ഇവർ വീട് കൊടുത്തതിന് ചില എക്സാമ്പിൾസ് കേട്ടാൽ നമ്മൾ ഞെട്ടും. ചൂരൽമലയിലേക്ക് സർക്കാർ എല്ലാവർക്കും വീട് കൊടുക്കും. നിരവധി സംഘടനകൾ അവിടെ വീട് കൊടുക്കാൻ വേണ്ടി മത്സരിക്കുന്നു. അവിടെ എല്ലാം കടത്തിവെട്ടി ഇവർ വീട് കൊടുക്കാൻ വേണ്ടി എത്തി വീട് പണിതുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും രസം 50 ലക്ഷം രൂപ ഒരു വീടിന് മുടക്കുന്നു എന്ന്. അവിടെ ഒരു ദുഃഖപത്രി എന്ന നിലയിൽ കണ്ണീർ കഥാപാത്രമായ ശ്രുതിക്ക് വലിയ വീട് ഇവർ പണിത് കൊടുത്തു എന്നറിഞ്ഞാൽ 50 ലക്ഷത്തിന്റെ വീട് പണിത് കൊടുത്താൽ 50 കോടി രൂപ തങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന ബിസിനസ് ടെക്നിക്ക് അറിയാവുന്നത് കൊണ്ട് ഇതാ അവൾക്ക് 50 ലക്ഷത്തിന് ഇവിടെ പണിത് കൊടുക്കുന്നത്. ശ്രുതിയുടെ വീടിന് 15 ലക്ഷം രൂപ മുടക്കി, ഇനി ഒരു 35 ലക്ഷം കൂടെ മുടക്കിയാലേ അതിന്റെ പണി പൂർത്തിയാവുകയുള്ളൂ എന്നും വ്യക്തമായിട്ടുണ്ട്. ശ്രുതിക്ക് ബോബി ചെമ്മണ്ണൂർ കൊണ്ട് പണം കൊടുത്തിരുന്നു, മറ്റു പലരും പണം കൊടുത്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ ആ വീട് നിർമ്മാണം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും എടുത്തതാണ്. ആ വീടിന് ഇപ്പോൾ തന്നെ 15 ലക്ഷം രൂപയിലധികം മുടക്കി കഴിഞ്ഞു. അത് പൂർത്തിയാകാൻ 35 ലക്ഷം രൂപ വേണ്ട സാഹചര്യമുണ്ട്. എന്തിന് ഈ ചാരിറ്റി നാടകം? ഇതിനൊക്കെയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. നിരവധി TV ചാനലുകളിൽ നിന്ന് ഒത്തിരി കാശ് കിട്ടുന്ന നഞ്ചിയമ്മയ്ക്ക്, അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീ എന്ന നിലയിൽ ഒത്തിരിയേറെ സർക്കാർ ആനുകൂല്യങ്ങളും വീടുമൊക്കെ കിട്ടുന്ന നഞ്ചിയമ്മയ്ക്ക് വിലോക്കയിൽ വീട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ നഞ്ചിയമ്മ ഫേമസ് ആയതുകൊണ്ട് നഞ്ചിയമ്മയ്ക്ക് വീട് കൊടുത്താൽ വളരെയേറെ കാശ് ഇനി വരും എന്നറിയാം. ആ സണ്ണിയുടെ വീട് ഒരു നില ഉള്ള വീടാണ്. അത് എന്തിനാണ് 2 നില പണിയാൻ തീരുമാനിച്ചത് എന്ന് പോലും ആർക്കും പിടികിട്ടുന്നില്ല. ആഡംബര വീട് പണിത് കൊടുക്കാൻ ആ വീടിന്റെ ഒരു നില ദുർബലമാണെങ്കിൽ അതിന് മുകളിൽ 2ാം നില പണിയില്ലല്ലോ. അപ്പൊ ദുർബലമായ വീടായതുകൊണ്ടല്ല, ആഡംബര വീട് പണിത് കൊടുക്കാൻ അനേകർ വീർപ്പൊഴുക്കി വിശപ്പടക്കി ഇറുക്കിപ്പിടിക്കുന്ന ചില്ലിക്കാശ് ഇവർ കഴിച്ചു കൊടുക്കുന്നത് ആഡംബര 2ാം നില വീട് പണിത് കൊടുക്കാനും 50 ലക്ഷത്തിന്റെ വീട് പണിത് കൊടുക്കാനും ഒക്കെ ചെലവഴിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വീടില്ലായ്മയുടെ ദുരിതം പേറുന്നതോ അപകടം ഉണ്ടായതിൻ്റെ ഒക്കെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നവർക്ക്, സഹതാപം പിടിച്ചു പറ്റിയവർക്ക് പെട്ടെന്ന് ചാടിച്ചെന്ന് വീടുണ്ടാക്കി കൊടുക്കുക എന്നത് വരുമ്പോൾ ആ ചാനലുകാർ തന്നെ, ആ പത്രക്കാർ തന്നെ വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ച് അവർക്കത് വീട് കിട്ടി, ഫിലോക്കാലി വീട് കൊടുത്തു എന്ന് വാർത്ത കൊടുക്കുകയും ചെയ്യും. അതുവഴി ഒരു വീട് കൊടുത്താൽ 9 വീടിനുള്ള കാശ് കിട്ടുമെന്നത് അവർക്കറിയാം. സ്വന്തം നിലയിൽ ഇവർ സ്വത്തുക്കൾ ഒത്തിരി സമ്പാദിച്ചു കൂട്ടുന്നതിനെക്കുറിച്ചും, പ്രത്യേകിച്ച് മാരിയോ സ്വന്തമായി ആഗ്രഹിച്ച് 2 നിലയുള്ള വീട് ചാലക്കുടി ജിജിയുടെ ആങ്ങൾ സജയുടെ പേരിൽ വാങ്ങിയതും അതെല്ലാം മറച്ചു വെച്ചിട്ട് അതൊന്നും താൻ അറിഞ്ഞിരുന്നില്ലെന്നും ജിജി കാശ് തെറ്റിച്ച് ആങ്ങളുടെ പേരിൽ വീട് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. മറുനാടനുമായുള്ള ഇന്റർവ്യൂവിൽ മറുനാടൻ തന്നെ ആ വാദം പൊളിച്ചതാണ്. അപ്പോൾ ഉരുണ്ട് കളിച്ച് ന്യായം പറഞ്ഞതും അവർ വാങ്ങിയത് അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ മാരിയോ നാടകം കളിച്ച് അങ്ങനെയൊക്കെ നുണ പറഞ്ഞതും ഒക്കെയാണ്. മറുനാടന് ഉറപ്പാണ് മാരിയോ പറയുന്നത് തട്ടിപ്പാണ്, പച്ച നുണയാണെന്നൊക്കെ. എങ്കിലും മറുനാടൻ ജിജിയെ തോൽപ്പിക്കാൻ വേണ്ടി മാരിയോയെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ രഹസ്യം മറ്റൊരു സ്വകാര്യമാണ്. മറുനാടൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറുനാടിന് പ്രിയപ്പെട്ട ആരുടെയോ വീട്ടിൽ ഒരു മധ്യവയസ്കരുടെ ദമ്പതികളുടെ പ്രശ്നം പരിഹരിക്കാൻ ജിജി എത്തിയപ്പോൾ അതിൽ ഭർത്താവിൻ്റെ ഭാഗത്ത് അവിഹിത ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്, നിരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടായ കലിപ്പ്, മറുനാടനുണ്ടായ കലിപ്പാണ് അങ്ങനെ ജിജിയുടെ വാട്സാപ്പൊക്കെ മറുനാടൻ ബ്ലോക്ക് ചെയ്തതാണ്. തുടർന്ന് അങ്ങനെ ഒരു വൈരാഗ്യമുള്ളത് കൊണ്ടാണ് ജിജിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മാരിയോയെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ തെറ്റാണ്, നുണയാണ് മാരിയോ പറയുന്നതെന്ന് മറുനാടൻ തന്നെ മാരിയോയുമുള്ള ഇന്റർവ്യൂവിൽ തെളിയിച്ചിട്ടും പിന്നെ എന്തിന് മറുനാടൻ മാരിയോ സപ്പോർട്ട് ചെയ്യുന്നു? 2 പേര് ശുദ്ധ ഉടായിപ്പാണെന്ന് നമുക്ക് തെളിഞ്ഞതല്ലേ.